യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചനം നമുക്ക് ചിന്തിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചു. തീർച്ചയായിട്ടും ഓരോ ദിവസങ്ങളിലെയും നമ്മുടെ ഈ പ്രഭാത വചന ധ്യാനങ്ങൾ നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ തുറക്കുവാനും ഓരോ ദിവസവും നമുക്ക് ആത്മീക വർധനവ് പ്രാപിക്കുവാൻ കഴിയുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഈ ദിവസങ്ങളിലെ വചനധ്യാനം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായി തീരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച് ധ്യാനിച്ചത് ഗലാത്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യമായിരുന്നല്ലോ. നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഭാഗങ്ങളും തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ റോമാലേഖനം 8-ാം അധ്യായത്തെ ആസ്പദമാക്കിക്കൊണ്ട് നാം മക്കളെങ്കിലോ അവകാശികളാകുന്നു, ദൈവത്തിന് അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും അത്രേ എന്നുള്ളതായ ആ വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഗലാത്യ ലേഖനത്തിലേക്ക് കടന്നു വന്നത്. കേവലം നമ്മൾ ദൈവത്തിൻ്റെ മക്കൾ എന്ന് പറയുക മാത്രമല്ല, ആ മക്കൾ എന്ന നിലയിൽ നമുക്കുള്ള അവകാശങ്ങൾ, ദൈവഭവനത്തിൽ നമുക്കുള്ള അംഗീകരണം എന്താണെന്നുള്ളത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി ഈ ഭൂമിയിലെ ജീവിതം അതിനനുസരിച്ച് നമ്മൾ ക്രമപ്പെടുത്തുകയും ചെയ്താൽ തീർച്ചയായിട്ടും നമ്മളുടെ ഈ ആത്മീയ ജീവിതത്തിന് വലിയ പ്രസക്തി ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഈ വേദഭാഗങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു ദൈവവേദൻ്റെ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നമുക്ക് ഈ ലോകത്തെ ആസ്വദിക്കുന്നതിനേക്കാളും അധികമായി ദൈവരാജ്യത്തെ നമുക്ക് ആസ്വദിക്കുവാനും, ദൈവരാജ്യത്തെ നമ്മൾ ആസ്വദിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ സന്തോഷം കേവലം നിസ്സാരമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോസ്തലൻ പൗലോസ് തൻ്റെ എഴുത്തുകളൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതുമായി എല്ലാം ബന്ധപ്പെടുത്താൻ കഴിയുന്നതാണ്. അപ്പോസ്തലൻ പൗലോസ് പറയുന്നുണ്ടല്ലോ, നെടുനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തമനവധിയായി നിത്യ തേജസ്സിൻ്റെ ഘനത്തിന് കാരണമായി തീരും എന്നൊക്കെ പറയുമ്പോൾ ഈ ഭൂമിയിലെ കഷ്ടത്തെ നെടുനേരത്തേക്കുള്ള കഷ്ടമെന്ന് കാണുവാൻ കഴിയുന്നത് ആ സ്വർഗീയ മഹിമ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ അനുഭവിക്കുവാൻ കഴിയുന്നതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിലും അപ്രകാരമുള്ള ആ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ ഈ ഭൂമിയിലെ സന്തോഷത്തെക്കാളും അല്ലെങ്കിൽ ലോകം തരുന്ന സന്തോഷത്തെക്കാളും സമാധാനത്തെക്കാളും സുഖങ്ങളെക്കാളും വലുതാണ്, ശ്രേഷ്ഠമാണ് ദൈവരാജ്യത്തിൻ്റെ അനുഭവങ്ങളെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാവർക്കും ഇത് ഉൾക്കൊള്ളുവാൻ കഴിയത്തില്ല. പക്ഷേ ദൈവം ഇച്ഛിക്കുന്നവർ, ദൈവം ആഗ്രഹിക്കുന്ന ആരുണ്ടോ അവർക്ക് ഈ സന്ദേശങ്ങൾ വളരെ നന്നായിട്ട് മനസ്സിലാക്കുവാനിടയായിത്തീരും. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതായ വേദഭാഗം ഗലാത്യ ലേഖനം 4-ാം അധ്യായം 3-ാം വാക്യമാണല്ലോ. അതുപോലെ നാമും ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾ കീഴെ അടിമപ്പെട്ടിരുന്നു. നാമും ശിശുക്കൾ ആയിരുന്നപ്പോൾ, നമ്മൾ ശിശുക്കളാണ് എന്ന് മുതിർന്നവരായ ആളുകളോട് പറയുകയാണെങ്കിൽ അവർക്കത് അംഗീകരിക്കുവാനോ ഉൾക്കൊള്ളുവാനോ കഴിയത്തില്ല. പക്ഷെ ഇവിടെ ഈ ശിശു എന്ന് ഉദ്ദേശിക്കുന്നത് ആത്മീക വളർച്ച പ്രാപിക്കാത്ത ആളുകളെയാണ്. ഇവിടെ ഒരു ഉദാഹരണമാണല്ലോ അപ്പോസ്തലൻ പൗലോസ് പറയുന്നത് 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ, അവകാശി സർവത്തിനും യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാളും ഒട്ടും വിശേഷിതുള്ളവനല്ല. ഒരു ഭവനത്തിൽ ആ ഭവനത്തിലെ പിതാവിന് എത്രമാത്രം വസ്തുക്കളുണ്ട്, സ്വത്തുക്കളുണ്ട്, ധനമുണ്ട് എന്നൊക്കെ പറഞ്ഞാലും ആ ഭവനത്തിലെ മകൻ അവൻ ശിശുവായിരിക്കുന്നിടത്തോളം ആ ഭവനത്തിലെ വേലക്കാരനേക്കാളും ഒട്ടും വിശേഷതുള്ളവനല്ല. കാരണം വേലക്കാരൻ അതിൽ കൂടുതൽ, അല്ലെങ്കിൽ ആ ശിശുവിനേക്കാൾ കൂടുതൽ ആ സമ്പത്ത് കൈകാര്യം ചെയ്യുവാനും അതിനെ എൻജോയ് ചെയ്യുവാനും കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ശൈശവാവസ്ഥ മാറണം. ഈ ശൈശവാവസ്ഥ മാറുമ്പോഴാണ് പിതാവ് ഈ മകന് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന ആ ദിവസത്തിൽ ആ ഭവനത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ യജമാനൻ എന്ന പദവിയിലേക്കും ആ പിതാവ് കൊണ്ടുവരുന്നത്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ശൈശവാവസ്ഥ, ആത്മീക ശൈശവാവസ്ഥ വിടണം. ഈ ആത്മീക ശൈശവാവസ്ഥയിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇവിടെ പറയുന്നു, നമ്മൾ എല്ലാവരും തന്നെ എലമെൻ്ററി ലെസൺസിൻ്റെ കീഴിലാണ്, നമ്മൾ ആദ്യ പാഠങ്ങളുടെ കീഴിലാണ്. ഈ ആദ്യ പാഠങ്ങളുടെ കീഴിൽ എന്നുള്ള ആ വിഷയം നമ്മൾ കഴിഞ്ഞ ദിവസത്തെ പ്രഭാത ധ്യാനത്തിൽ ചിന്തിച്ചു. നിങ്ങൾ ആരെങ്കിലും അത് കേട്ടിട്ടില്ലെങ്കിൽ ദയവായി 489-ാമത്തെ നമ്മളുടെ പ്രഭാത ധ്യാനം കേൾക്കുക. അവിടെ വ്യക്തമായി ഉദാഹരണത്തോടുകൂടെ ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട് എന്താണ് ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾ, ദി എലമെൻ്ററി ലെസൺസ്. അപ്പോൾ ഇന്ന് ആളുകൾ ജീവിക്കുന്നത് ഇങ്ങനെയുള്ള ആദ്യ പാഠങ്ങളിലൂടെയാണ്.
നമ്മുടെ നാട്ടിൽ നിലവിലിരിക്കുന്ന ചില ചിന്തകളുണ്ട്. അതിനനുസരിച്ചാണ് മനുഷ്യൻ ജീവിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാം ഒരു ആകെത്തുകയായിട്ട് മനുഷ്യൻ ചിന്തിക്കുന്നത്, ഞാൻ ജീവിതത്തിൽ ഒരുപാട് പഠിച്ചു. ഐ ഹാവ് ഏൺഡ്, ഞാൻ സമ്പാദിച്ചു. അതുപോലെ തന്നെ എനിക്ക് ഡിസേർവ് ചെയ്യുന്നതായ അനേക കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ നന്മകൾ എന്ന് പറയുന്നത് വാട്ട് ഐ എം ഏൺഡ് ആൻഡ് വാട്ട് ഐ എം ഡിസേർവിങ്. ഞാൻ എന്താണോ സമ്പാദിച്ചത് അല്ലെങ്കിൽ നേടിയത്, അതേപോലെ തന്നെ എനിക്കെന്താണോ അർഹതയുള്ളത്, അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്നാണ്. ഇത് നമ്മളുടെ എലമെൻ്ററി ലെസൺസ് ആണ്. ഈ എലമെൻ്ററി ലെസൺസ് അല്ലെങ്കിൽ ആദ്യ പാഠങ്ങളുടെ കീഴെ ജീവിക്കുന്ന ധാരാളം പേര് ഈ ഭൂമിയിലുണ്ട്. ഒരുപക്ഷെ മെജോറിറ്റി ആളുകളും ഇങ്ങനെയുള്ള ആദ്യ പാഠങ്ങളുടെ കീഴിൽ ജീവിക്കുന്നവരാണ്. പക്ഷേ കർത്താവ് യേശുക്രിസ്തുവിലേക്ക് വന്നപ്പോൾ നമുക്ക് ലഭിക്കുന്നതായ ദൈവ പരിജ്ഞാനം എന്ന് പറയുന്നത് നമ്മൾ ഈ ആദ്യ പാഠങ്ങളുടെ കീഴിലല്ല. കാരണം ദൈവം പ്രവർത്തിക്കുന്നത് നമ്മൾ ഏൺ ചെയ്തതിനെയോ അല്ലെങ്കിൽ നമ്മൾ ഡിസേർവ് ചെയ്യുന്നതിനെയോ അടിസ്ഥാനപ്പെടുത്തിയല്ല. നമ്മൾ നേടിയതോ നമ്മൾ അർഹിക്കുന്നതിനെയോ അടിസ്ഥാനപ്പെടുത്തിയല്ല. പലപ്പോഴും മനുഷ്യൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ദൈവമേ, ഞാൻ തൻ്റെ ഇന്ന കാര്യം ചെയ്തു, നീ അതുകൊണ്ട് എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം. നമ്മളത് പറഞ്ഞില്ലേലും നമ്മളുടെ മനോഭാവങ്ങൾ അങ്ങനെയാണ്. ഞാൻ എന്നിട്ട് ഇത്ര വർഷമായി അങ്ങേ സേവിക്കുന്നു. വിശുദ്ധ ബൈബിളിൽ അനേക ഉദാഹരണങ്ങൾ നമുക്ക് പറയാനുണ്ട്. ശതാധിപൻ്റെ ദാസനെ സൗഖ്യമാക്കേണ്ടതിന് വേണ്ടി കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ പ്രതിനിധികൾ കടന്നു വന്നപ്പോൾ അവർ പറഞ്ഞ കാര്യം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അവർ പറഞ്ഞത് ഇപ്രകാരമാണ്: അവൻ ഞങ്ങൾക്ക് ഒരു ദേവാലയം പണിതു തന്നു. ഒരുപാട് ഉപകാരങ്ങൾ യഹൂദന്മാർക്ക് വേണ്ടി അവൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നീ അവൻ ആവശ്യപ്പെടുന്നത് ചെയ്തു കൊടുക്കണം. യേശു അവിടെ നിരസിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും യേശു നോക്കിയത് അവൻ്റെ വിശ്വാസത്തെ മാത്രമാണ്. പക്ഷേ അവർ പറഞ്ഞതായ കാര്യം നമ്മളിന്ന് ചിന്തിക്കണേ. അവർ പറഞ്ഞതെന്താ? ശതാധിപൻ ഞങ്ങൾക്ക് ഒരു ദേവാലയം പണിതു തന്നു, ദൈവമേ നീ അവനോട് കടപ്പെട്ടിരിക്കുക എന്നുള്ള ആശയത്തിലല്ലേ അവർ പറഞ്ഞത്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന എങ്ങനെയാണ്? ദൈവം നമ്മളോട് കടപ്പെട്ടിരിക്കുന്നു, ഞാൻ ദേവാലയത്തിന് വേണ്ടി കൊടുത്തു, അല്ലെങ്കിൽ ഞാൻ സാധുക്കൾക്ക് അന്നം കൊടുത്തു, ഞാൻ ധാരാളം ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തു, അതുകൊണ്ട് ദൈവം എന്നോട് പ്രസാദിക്കണം. പക്ഷേ ഞാൻ നിങ്ങളോട് സോറി എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം നമ്മളുടെ പ്രവർത്തികളുടെ അടിസ്ഥാനത്തിലല്ല ദൈവം പ്രവർത്തിക്കുന്നത്, മറിച്ച് ദൈവം പ്രവർത്തിക്കുന്നത് തൻ്റെ കൃപയുടെ അടിസ്ഥാനത്തിലാണ്. അതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് വേദഭാഗങ്ങളിലൂടെ ഞാനൊന്ന് നിങ്ങളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനായി നമുക്ക് കൊലോസ്യ ലേഖനത്തിലേക്ക് കടന്നു വരാം. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിനൊത്തവണ്ണം, ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾക്ക് ഒത്തവണ്ണം അല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണം ഉള്ളതല്ല. എന്താണ് തത്വജ്ഞാനം വെറും വഞ്ചനയും? പലപ്പോഴും ആളുകൾ നമ്മോട് പറയുന്നത് ഇതുതന്നെയാണ്, തത്വജ്ഞാനമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ വിതയ്ക്കുന്നത് കൊയ്യും, അല്ലേ? ബൈബിളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ ഒരു വാക്യം: മൂടാ, നീ വിതയ്ക്കുന്നത് കൊയ്യും എന്ന് നീ അറിയുന്നില്ലയോ? പക്ഷേ ഇത് ആദ്യ പാഠമാണ്. അതുപോലെ തന്നെ സമാനമായിട്ടുള്ള ആദ്യ പാഠങ്ങൾ വളരെയേറെ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഞാൻ ഒരിക്കലും നിങ്ങളോട് പറയുന്നത് ആദ്യ പാഠങ്ങളെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്തെന്നല്ല, ആദ്യ പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യില്ല എന്നുള്ളതല്ല. മറിച്ച് കർത്താവ് യേശുക്രിസ്തുവിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ ആദ്യ പാഠങ്ങളുടെ അടിസ്ഥാനത്തിലോ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നേടിയതിനനുസരിച്ചോ അല്ലെങ്കിൽ നമ്മൾ സമ്പാദിച്ചതിനനുസരിച്ചോ നമ്മൾ അർഹിക്കുന്നതിനനുസരിച്ചല്ല ദൈവം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ വായിച്ചത്, അത് മനുഷ്യരുടെ സമ്പ്രദായത്തിനൊത്തവണ്ണം, ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾക്ക് ഒത്തവണ്ണം അല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണമുള്ളതല്ല. ഇനിയും കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യത്തിലേക്കും ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു: നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ച് എങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മനുഷ്യ കൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണയായി പിടിക്കരുത്, രുചിക്കരുത്, തൊടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നത് എന്ത്? ഇതെല്ലാം ഉപയോഗത്താൽ നശിച്ചു പോകുന്നത്രേ. നോക്കിക്കേ, ഈ വാക്യം വളരെ ശ്രദ്ധേയമാണ്. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചു. അതിൻ്റെ അർത്ഥം, കർത്താവ് യേശു ക്രിസ്തുവിലേക്ക് ഒരു വ്യക്തി വന്നപ്പോൾ അവൻ ക്രിസ്തുവിനോടുകൂടെ മരിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ അവൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഉയർപ്പിൻ്റെ ജീവനാണ്. അതായത് ക്രിസ്തുവിനോടുകൂടെ ഉയർത്തുള്ള ഒരു ജീവിതമാണ് പിന്നീട് അവൻ്റെ ജീവിതം ഈ ഭൂമിയിൽ. നമ്മൾ അങ്ങനെ ക്രിസ്തുവിനോടുകൂടെ മരിച്ചെങ്കിൽ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ചും കൂടെ നമ്മൾ മരിച്ചു.
ഇനി നമ്മളുടെ മേൽ ഈ ആദ്യ പാഠങ്ങൾക്ക് യാതൊരു സ്ഥാനവുമില്ല. മറിച്ച് ഇനിയും നമുക്ക് പറയാൻ കഴിയും, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. 21 വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നു, മനുഷ്യ കൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണയായി പിടിക്കരുത്, രുചിക്കരുത്, തുടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നത് എന്ത്? ഇതെല്ലാം ഉപയോഗത്തെ നശിച്ചു പോകുന്നത്രേ. ഞാൻ ഈ ഭാഗങ്ങളെല്ലാം നിങ്ങളോട് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, നാം മക്കളെങ്കിൽ അവകാശികളാണ്. നമുക്ക് ലഭിക്കുന്നതായ ആ അവകാശം, ദൈവിക നന്മ എന്ന് പറയുന്നത്, അത് ദൈവത്തിൽ നിന്നുമാണ്. എപ്പോഴും ദൈവത്തിൻ്റെ വചനം പറയുന്ന പോലെ എല്ലാ ദാനങ്ങളും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ പിതാവിൽ നിന്നും പുറപ്പെടുന്നു, അവൻ്റെ സന്നിധിയിൽ നിന്നും വരുന്നു എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. അതൊരിക്കലും നമ്മൾ ഏൺ ചെയ്യുന്നതോ നമ്മൾ ഡിസേർവ് ചെയ്യുന്നതോ അല്ല, മറിച്ച് ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് തരുന്നതാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപയെ ആസ്പദമാക്കി നമുക്ക് ജീവിക്കാൻ സാധിക്കണം. അതിന് നമുക്ക് വേണ്ടത് ദൈവത്തോടുള്ള ശരിയായ ബന്ധമാണ്. ആ പുത്രത്വത്തിൻ്റെ ആത്മാവിൽ അവനോടൊപ്പം നമ്മളായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വേണ്ടതെല്ലാം അവൻ നൽകുവാനിടയായിത്തീരും. നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം ഏറ്റവും ധന്യമായി തീരും. അതിനായിട്ടുള്ള ഒരു സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ആത്മീയ കണ്ണുകൾ തുറക്കുവാനും ഞങ്ങൾക്കുള്ള ആത്മീയ സമ്പത്ത് എന്താണെന്ന് തിരിച്ചറിയുവാനും ഈ സന്ദേശങ്ങളിലൂടെ ഞങ്ങളെ സഹായിക്കുന്നതിനായി നന്ദി പറയുന്നു. ഈ വചനം കേൾക്കുന്ന, വചനം പഠിക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. ദൈവം അനുവദിച്ചാൽ നമ്മൾ ഈ ഒരു ചിന്തയുടെ തുടർമാനമായ ചിന്തയിൽ അടുത്ത ദിവസവും വീണ്ടും കണ്ടുമുട്ടുന്നതാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.